നമ്മുടെ ബ്രൈഡ് നൂഹയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന ഒരു ലെഹങ്കയാണ്. റാണി പിങ്ക് ഷെയ്ഡിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ തന്നിട്ടുള്ള സെയിം റെഫറൻസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ടിഷ്യൂ ഫാബ്രിക്കിലാണ് സ്കേർട്ടിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നൂഹൻ്റെ ട്രയലും റിവ്യൂ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. ഡ്രസ്സിനെ പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ആ ഒരു ഔട്ട്പുട്ട് കണ്ട സമയത്ത് ഐ വാസ് ലൈക്ക് ഇറ്റ് സോ 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 ബ്യൂട്ടിഫുൾ. തന്ന റെഫറൻസിനേക്കാളും എന്താ പറയേണ്ട റെഫറൻസിനേക്കാൾ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറഞ്ഞു നല്ല ഷെയ്ഡ്, നല്ല ഡ്രസ്സ്. ആ ടോപ്പിലൊക്കെ എന്താ പറയുക, ആ ഒരു തന്ന റെഫറൻസിന്റെ അതേ സെയിം ക്ലോത്ത് തന്നെയാണ് ആ ടോപ്പിന് ഇട്ടത്. എക്സാക്ട് അതേ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ തന്ന റെഫറൻസിൽ അത്ര ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അടിപൊളി ആക്കണം, ഗ്രൂം സൈഡിൽ നിന്ന് ഡ്രസ്സ് അടിപൊളി ആക്കണം എന്ന് പറഞ്ഞതിൽ 10% അതിനോട് അടിപൊളിയായിട്ട് തന്നെയാണ് ആ ഒരു ഡ്രസ്സ് ചെയ്തത്. ആ ഡ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന, ആ ടോപ്പിൽ ഉണ്ടായിരുന്ന ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് വാസ് സോ പ്രിറ്റി. എന്താ പറയുക, മൈന്യൂട്ട് ഹാൻഡ് വർക്ക് വരെ നമുക്ക് ഭയങ്കര എടുത്ത് കാണിക്കുന്ന, വേറെ ചെയ്താലും നല്ല ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു സാധനമായിരുന്നു ഡ്രസ്സ് എന്ന് പറയുന്നത്. എനിക്ക് നൈറ്റ് റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു കളറും എനിക്ക് ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് കോംപ്ലിമെന്റ്സ്, ഒരുപാട് പേര് എവിടെന്നാ ഡ്രസ്സ് വാങ്ങിച്ചത്, എവിടെന്നാ ഡിസൈൻ ചെയ്യിപ്പിച്ചെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ കൻ വെയർ യുവർ ഡ്രസ് ഓൺ മൈ ഡേ. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ആ റെഫറൻസ് പിക്ചറിനേക്കാളും എത്രയോ മേലെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഡ്രസ്സ് കണ്ടപ്പോൾ തോന്നിയത്. അതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് എന്നെ തന്നെ നോക്കിയിട്ട് മതിയിട്ടില്ല. അത് എൻ്റെ സ്റ്റൈൽ കൊണ്ടോ ഒന്നും അല്ലല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡ്രസ്. ആ ഒരു ഡ്രസ്സ് ഇട്ടതിന് ശേഷം എനിക്ക് എൻ്റെ മേലെ വെച്ച് അടുപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. അത്രയും ഫിറ്റിങ്സ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അത്രയും പെർഫെക്റ്റ് ആണ് ഫിറ്റിങ്സ് ഉണ്ടായിരുന്നത്. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അതുപോലെ ആ ഷെയ്ഡ്, എനിക്ക് ചേരുന്ന കളർ, ആ ഒരു ഷെയ്ഡ് എനിക്ക് ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് തന്നെയാണ് വന്നത്. ഡ്രസ്സ് ഓവറോൾ നോക്കുമ്പോൾ അത്രയും അടിപൊളിയായിരുന്നു. സ്പെഷ്യലി വരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഞങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു രീതിയാണ്. റിൻസി നമ്മളോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങളൊരു കമന്റ്സും നിങ്ങളെ ഒരു അഭിപ്രായം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഔട്ട്പുട്ട് ഇത്രയും അടിപൊളിയായിട്ട് വരുന്നത്. ആ സ്കേർട്ടിലൊക്കെ കൊടുത്ത ട്രെയിലും കാര്യങ്ങളും, ട്രെയിൽ ഉണ്ടായ ഭംഗിയായിരിക്കും, ആ റെഫറൻസിലുള്ള പോലെ ട്രെയിൽ ഉണ്ടായ ഭംഗിയായിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസിനേക്കാളും അടിപൊളിയായിരുന്നു അതിന്റെ ഷോളും ടോപ്പും അതിന്റെ സ്കേർട്ടൊക്കെ ഒരുമിച്ച് വന്നപ്പം അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് ഗ്രൂമിന് വേറെ ടെൻഷൻ ഒന്നും അടിക്കേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു റെഫറൻസ് പിക്ചർ തന്നു, അടിപൊളിയാക്കണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായി തന്നെ കിട്ടിയത്. സോ വെരി 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 ഹാപ്പി.